ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഞങ്ങളൊന്ന് പുറത്തു പോവുകയാണ്. ജസ്റ്റ് ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് ഞങ്ങൾ പുറത്ത് പോയി ഫാമിലിയായിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. വേറെ ഒന്നുമില്ല, ഫുഡടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് റെഡിയായിട്ട് കാണാം. ഓക്കെ. ആക്ച്വലി എനിക്ക് വീട്ടിൽ ഇരിക്കാൻ ഒരു താല്പര്യമില്ല. എനിക്ക് എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. ചേട്ടൻ ലീവിന് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്നും കറക്കുമായിരിക്കണം. കറങ്ങിയില്ലെങ്കിൽ എൻ്റെ സ്വഭാവം അപ്പം മാറും. ഒരു വൃത്തികെട്ട സ്വഭാവമാണെന്ന് എനിക്കറിയാം. മാറുമായിരിക്കും. പക്വതയില്ലായ്മയുടെ പക്വത ആയിരിക്കും ഇത്. അപ്പോൾ ഇന്ന് പിന്നെ അത്രയൊക്കെ ഉള്ളൂ. ഇന്ന് വെളിയിലൊക്കെ പോയി കറങ്ങണം ഫാമിലി ആയിട്ട്. ചേട്ടൻ ലീവിന് വന്നതിന് ശേഷം ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇതുവരെയും ഒരിടത്തും പോയില്ല. ഞാനും ചേട്ടനും കൂടെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് അതാണ്. ഇപ്പോൾ വന്നിട്ട് സമയം 10:45 ഞങ്ങൾ ഉച്ചയ്ക്ക് പോകാനാണ് ഉദ്ദേശം. കട്ടച്ചൽ കുഴിയാൽ ഉദ്ദേശിക്കുന്നത്. എവിടെയാ പോകുന്നതെന്ന് കണ്ടറിയാം. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നിങ്ങൾ എൻ്റെ ഹെയർ ശ്രദ്ധിച്ചോന്നറിയില്ല. ഇപ്പോഴുള്ള വീഡിയോസിലൊക്കെ ഞാൻ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റാണ് ചെയ്തേക്കുന്നത്. ഒരുപാട് പേര് ചോദിച്ചായിരുന്നു എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്തതെന്ന്. അപ്പം ജസ്റ്റ് ഹൈലൈറ്റും ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റുമാണ് ചെയ്തത്. ഞാൻ മുമ്പും ബോട്ടോക്സ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കുറേയൊക്കെ റൂട്ടൊക്കെ ഒരു വൾഗറായി തുടങ്ങിയപ്പോഴാണ് ഇത് ചെയ്തത്. അപ്പോൾ കൊള്ളാം. ഇതൊരു പുതിയൊരു സലൂണിലാണ് പോയി ചെയ്തത്. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഏത് സലൂണാണെന്ന്, ശാസ്തമംഗലത്തുള്ള അൻതാര മേക്ക് ഓവർ സലൂണാണ്. അടിപൊളി സലൂണായിരുന്നു. അടിപൊളി. പിന്നെ ഹെയർ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം. ഫുൾ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കത്തില്ല, ഒരു ബൗൺസി ലുക്കിലാണ് കിടക്കുന്നത്. ആദ്യം ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ചെയ്തിട്ടൊരു 1.5 വീക്ക് എന്തോ ആയി. അപ്പോൾ ഇപ്പോൾ ഒരു ബൗൺസി ലുക്കിലാണ് കിടക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ. അപ്പം ഞാൻ പോയി കുളിച്ചേച്ചും വരാം. കുളിച്ച് റെഡിയായിട്ട് കാണാം. ഓക്കെ. പിന്നെ ഉണ്ടല്ലോ, ഞാനീ പറയുമ്പോൾ ഒരുപാട് പേര് ഞാൻ ഈ ലാഗായിട്ട് പറയുന്നതുകൊണ്ടാണ് ഞാൻ വോയിസ് സ്പീഡ് കൂട്ടുന്നത്, അതായത് വീഡിയോയുടെ സ്പീഡ് കൂട്ടുന്നത്. അത് സംഭവം ഭയങ്കരമായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ. അപ്പം അതിൻ്റേതായ ഒരു ചമ്മൽ ഇതെല്ലാം ഉണ്ട്. അപ്പം ഞാൻ പതുക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾക്ക് ലാഗ് അടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പീഡ് കൂട്ടുന്നത്. സ്പീഡ് കൂട്ടിക്കഴിയുമ്പം വോയിസിൻ്റെ ആ ഒരു ടോണും അങ്ങോട്ട് മാറും. ഒരു വെരി ക്യൂട്ടായിട്ടുള്ള ഒരു വോയിസ് പോലെ തോന്നും. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ഇടുന്നില്ല. പിന്നെ ഇതെന്ന് പറയുന്നത് എൻ്റെ ഞാൻ ഇപ്പോൾ മൈക്കോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് ശബ്ദം മുഴുവൻ കേൾക്കാം. ഞാൻ മാക്സിമം വോളിയം കൂട്ടാൻ നോക്കും. പക്ഷേ ഈ വോളിയം കൂട്ടുന്നതിനനുസരിച്ച് തന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇവിടെ ഉത്സവം നടക്കുന്നുണ്ട്. 15 ദിവസത്തെ ഉത്സവമാണ്. അപ്പം അതിൻ്റെ ശബ്ദവും കൂടെ കൂടി വരും. അതിൻ്റെ ശബ്ദവും കൂടെ കൂടി വരും. ജസ്റ്റ് ഇഗ്നോർ ദാറ്റ്. ഓക്കെ. തൽക്കാലത്തേക്ക് ഞാനൊന്ന് സെറ്റാവും വരെ നിങ്ങൾ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ. പോകുന്നതിന് മുമ്പ് ഇവിടെ എല്ലാം തൂത്തുവാരിയതിന് ശേഷമേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ തൂത്തുവാരാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവിടെയെല്ലാം അടിച്ചു വാരുകയാണ് ഗേസ്. അടിച്ചു വാരി റെഡിയാവാം. അങ്ങനെ ഞാൻ റെഡിയായിരിക്കുകയാണ് ഗേസ്. ഞാൻ റെഡിയായിരിക്കുകയാണ്. എങ്ങനെയുണ്ടാവും? കൊള്ളാമോ? കൊള്ളാമോ ഗൈസ്? കൊള്ളാമോ? ഞാൻ മാത്രമേ റെഡി ആയിട്ടുള്ളൂ. അവരാരും ഇതുവരെയും റെഡി ആയിട്ടില്ല. അപ്പം ഞാനിനി പട്ടിപ്പോസ്റ്റാണ്. അങ്ങനെ വെളിയിലിറങ്ങിയപ്പം അന്ന് അടിപൊളി മഴയായിരുന്നു. രാവിലെ തുടങ്ങിയ മഴയാണ്, വൈകിട്ട് വരെ ഉണ്ടായിരുന്നു. അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ കുടയൊക്കെ ആയിട്ട് കാറ് വരാൻ മീൻസ് കാറ് എടുക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി മഴയൊക്കെ നനഞ്ഞ് ഈ കാറിൽ കയറിയിരിക്കുകയാണ്.
ചേട്ടൻ, ഞാൻ, ചേച്ചി, 2 പിള്ളേർ, അച്ഛനും അമ്മയും എല്ലാവരും കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം യാത്രയൊക്കെ ചെയ്ത് അവിടെ എത്തി. കട്ടിച്ചൽക്കുഴി കൃഷ്ണ ഹോട്ടലിൽ തന്നെയാണ് ഞങ്ങൾ പോയത്. ഇലയിലാണ് അവിടെ ഫുഡൊക്കെ വിളമ്പുന്നത്. നല്ല സൂപ്പറായിരുന്നു. ആദ്യം തന്നെ ശിവ എന്തോ ഒരു ഡ്രിങ്ക് ആദ്യമേ ഓർഡർ ചെയ്തായിരുന്നു. അതാരോ കുടിക്കുന്ന കണ്ടപ്പോൾ അവൾക്ക് കുടിക്കാൻ തോന്നി. ഫസ്റ്റ് തന്നെ അവളത് കുടിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തത് കപ്പ, പുട്ട്, പൊറോട്ട, ചിക്കൻ പെരട്ട്, ചിക്കൻ തോരൻ, ഇത്രയൊക്കെയാണ് ആദ്യം പറഞ്ഞത്. ഞങ്ങളതെല്ലാം കഴിച്ചു. അടിപൊളി കോമ്പിനേഷനായിരുന്നു കേട്ടോ. പൊറോട്ടയെക്കാട്ടിലും കോമ്പിനേഷൻ പുട്ടായിരുന്നു. അടിപൊളി ടേസ്റ്റായിരുന്നു. ഒരു കുറ്റവും പറയാനില്ല, അടിപൊളി ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേറൊരു സാധനം ഓർഡർ ചെയ്തു, കാന്താരി ചിക്കൻ. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഒരു ഫ്രൈ ടൈപ്പായിരിക്കും, പക്ഷെ ഫ്രൈ അല്ലായിരുന്നു. അടിപൊളിയായിരുന്നു. അങ്ങനെ അംഗമെല്ലാം അവസാനിച്ചു. ലൈം ജ്യൂസ് കുടിച്ചത് അംഗം അവസാനിച്ചിരിക്കുകയാണ്. പുറത്ത് തന്നെയാണ് അവർ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. നല്ല ഒരു കുറ്റവും എനിക്ക് പറയാൻ തോന്നിയില്ല. അവിടെ ആ സമയം മഴയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ പോകുന്ന വഴി കുറച്ച് തല്ലിപ്പുളി വഴിയായിരുന്നു. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് വന്നപ്പോഴേ ഞാൻ ബാലരാമപുരം എത്തുമ്പോൾ എനിക്ക് ബിസ്മി ഹോട്ടൽ കാണുമ്പോൾ ഒരു ചായവുണ്ട്. അവിടെ എത്തിയിട്ട് എനിക്ക് മട്ടൻ വാങ്ങിച്ചു തരണം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ രാത്രി എൻ്റെ വയറെല്ലാം ഒഴിഞ്ഞതിന് ശേഷം കഴിക്കാമെന്നും പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ചേട്ടൻ പിന്നെ കാറ് നിർത്തി എനിക്ക് മട്ടൻ ബിരിയാണിയും വാങ്ങിച്ചു കൊണ്ടുവരികയാണ്. ഇവിടെ എപ്പോൾ വന്നാലും എനിക്ക് മട്ടൻ എന്തെങ്കിലും വേണം. അതും ബാലരാമപുരം ബിസ്മി നിങ്ങൾക്കറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ് എനിക്ക് മാത്രം, വേറെ ആരും ഇവിടെ മട്ടൻ കഴിക്കാറില്ല, അങ്ങനെ എനിക്ക് മാത്രം മട്ടൻ ബിരിയാണി കിട്ടിയിരിക്കുന്നു. കാറ് കാണിട്ട് ശിവ, കാറ് കാണിക്ക്. നോക്കിട്ട് കഴിച്ചായിരുന്നു. വേറെ എന്തെങ്കിലും കഴിച്ചാ അത് മതിയല്ല. ഇത്രയും കൊള്ളാനുള്ള വേറെ അങ്ങനെ ആ കാറ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വാങ്ങി. എങ്ങനെയൊക്കെ വീണ്ടും തിരിച്ച് വാങ്ങിപ്പിച്ചു. ഞങ്ങൾ കാട്ടാക്കട എത്തിയപ്പോഴും വീണ്ടും മഴ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തേക്ക് വേറെ പരിപാടി ഒരിടത്തും പോയില്ല. ചേട്ടന് വേറെ ആവശ്യം ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് തന്നെയാണ് പോകുന്നത്. നല്ല അടിപൊളി മഴയായിരുന്നു എന്ന് വെച്ചാൽ അടിപൊളി മഴയായിരുന്നു. ഈ കടുത്ത ചൂടിൽ ഒരു ആശ്വാസമായിരുന്നു ആ ഒരു മഴയെന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. മഴ പെയ്യുമ്പോഴുള്ള വ്യൂ നോക്കണേ. വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂട, പക്ഷെ അടിപൊളി ചവർ രസമുണ്ട് കേട്ടോ. അങ്ങനെ വീടെത്തിയിരിക്കുന്നു. അടുത്തത് ബിസ്മിയിലെ മട്ടൻ ബിരിയാണി അൺബോക്സ് ചെയ്യുമ്പോൾ കാണാം. അതുവരെ ഞാനൊരു ചെറിയ നാപ്പ് എടുത്തിട്ട് വരാം. അങ്ങനെ ഉറങ്ങാൻ നല്ല സുഖമായിരുന്നു. നല്ല തണുപ്പും ഫുൾ മൂടൽ മഞ്ഞുമായിട്ട് കിടക്കുകയായിരുന്നു. ഇതെൻ്റെ പുഴുവാണ്. ഇതെൻ്റെ പുഴുവല്ല, ഇതെൻ്റെ ശിവയുടെ പുഴുവാണ്. ഇവിടെ എൻ്റെ അമ്മയ്ക്ക് പേടിയായതുകൊണ്ട് ഇതെൻ്റെ മുറി വിട്ട് വെളിയിലോട്ട് പോകാറില്ല. അമ്മയ്ക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ പേടിയാണ്. അപ്പം ഞാൻ ഇത് എൻ്റെ കൈക്കലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പം നൈസായിട്ടൊന്ന് പണിപാടി അൺബോക്സിങ് വീഡിയോ എടുക്കാൻ പറ്റാൻ നിവർത്തിയില്ല. നൈസായിട്ടൊന്ന് കറണ്ട് പോയി. സോ ദാറ്റ്സ് ഓൾ. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ദിവസം. ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഐ എം സോറി. അവസാനം ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ തന്നെ ആവുമെന്ന് വിചാരിച്ചു. മട്ടൻ ബിരിയാണി എടുത്ത് ഞാൻ ഒരു മെഴുകുതിരിയും കത്തിച്ച് വെച്ചിരുന്ന് കഴിക്കുകയാണ്. എൻ്റെ അമ്മ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രക്ഷയില്ലാത്ത ബിരിയാണിയാണ്. എനിക്ക് ബിരിയാണി അല്ലെങ്കിലേ ഒരു വികാരമാണ്. ഇതിൽ പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 8 പീസ് മട്ടൻ എന്തോ ഉണ്ടായിരുന്നു. ബോൺലെസ് അല്ലാത്തതെന്ന് വെച്ചാൽ ബോൺലെസ് ആയിട്ടുള്ള പീസായിരുന്നു മൊത്തവും. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു.
മൊത്തവും ഒറ്റയ്ക്കിരുന്ന് തന്നെയാണ് കഴിച്ചിരിക്കുന്നത്. ആർക്കും മട്ടൻ വിരോധികളാണ് ഈ വീട്ടിലുള്ളവരെല്ലാം. അപ്പോൾ പിന്നെ അതെല്ലാം ഞാൻ തന്നെ കഴിക്കേണ്ടി വന്നു. എന്ത് ചെയ്യാനാ. മട്ടൻ ബിരിയാണി അൺബോക്സിങ് കണ്ടല്ലോ. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഫുഡ് എക്സ്പ്ലോറിങ് കുമ്പ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. ഇതുവരെയും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അത് തന്നെ. അപ്പോൾ ശരി, ബൈ.